ഹായ്, ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ എപ്പോഴാണ് എടുക്കേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. കേരളത്തിൽ ഒരാൾ ജി എസ് ടി നിർബന്ധമായിട്ട് എടുക്കേണ്ട സാഹചര്യം എന്ന് വെച്ചാൽ ഒരു സർവീസ് സെക്ടറിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ 20 lakh എബോവ് ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം. ഇനി അവർ ഒരു ഗുഡ്സ്, അതായത് സർവീസും വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് സെല്ലിങ്ങും കൂടി ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടേൺ ഓവർ ലിമിറ്റ് 20 lakh തന്നെ ആയിരിക്കും. ഇനി പ്രൊഡക്റ്റ് സെല്ലിങ് മാത്രമുള്ളൂ, ഗുഡ് സെക്ടറിൽ മാത്രം ആ ഒരു ബിസിനസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവരുടെ ടേൺ ഓവർ ലിമിറ്റ് വരുന്നത് 40 lakh ആണ്. ഈ ടേൺ ഓവർ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ഇയറിൽ, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 40 lakh പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ 40 lakh എബോ ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രം ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധിതനാവുന്നുള്ളൂ. അതുപോലെ സർവീസ് സെക്ടറിൽ 20 ലക്ഷം രൂപയുടെ മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രമേ സർവീസ് സെക്ടറിൽ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടതുള്ളൂ. ടേൺ ഓവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നെറ്റ് പ്രോഫിറ്റ് അല്ല, നമ്മുടെ വരുമാനമല്ല, മൊത്തം വിറ്റുവരവിനെയാണ് ടേൺ ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത്.